എല്ലാവർക്കും നമസ്തേ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതേ നമഃ. ദശാവതാരങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോ. അപ്പോൾ പുതിയതൊന്നുമല്ല, കാലങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ അവതാരം എന്താണെന്ന് അറിയണം. ദശാവതാരം മാത്രമേ ഉള്ളൂ, നമുക്ക് വേറെ അവതാരങ്ങളില്ലേ? അവതാരങ്ങളുണ്ട്. ഭാഗവതം അനുസരിച്ച് നമുക്ക് 24ഓളം അവതാരങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ദശാവതാരത്തിന്, അതായത് 10 അവതാരങ്ങൾക്കാണ്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് അവതാരം എന്നറിയാം. അവതാരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാക്യാർത്ഥം ഇറങ്ങി വരിക എന്നാണ്, നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ ഭഗവാൻ ഈശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും മുകളിലേക്ക് നോക്കും. മുകളിൽ എവിടെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുക? മേഘങ്ങളുടെ ഇടയിൽ, മേഘങ്ങൾക്ക് മുകളിൽ, സൂര്യനും മുകളിൽ, അല്ലേ? ഇങ്ങനെ കുറേ സങ്കല്പങ്ങളൊക്കെ നമുക്കുണ്ട്. എവിടെയായിരിക്കും ആക്ച്വലി ഭഗവാൻ ഇരിക്കുന്നുണ്ടാവുക? എന്തുകൊണ്ടാണ് ഇറങ്ങി വരിക എന്ന് പറയണത്? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാം. ഗുരുക്കന്മാർ ശിഷ്യന്മാർക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ, എന്തെങ്കിലും പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ശിഷ്യന്മാരുടെ തലത്തിലേക്ക് ഇറങ്ങി ചെന്നിട്ട് വേണം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല. കാരണം അവരുടെ ഒരു തലം അങ്ങനെയാണ്. ഇവിടെ തലമാണ്, ഹയ്യർ എനർജി അല്ലെങ്കിൽ ഹയ്യർ ലെവലാണ്. ആ ലെവലിനനുസരിച്ച് ഏറ്റവും മുകളിലത്തെ തട്ടിൽ, ഏറ്റവും മുകളിലത്തെ ലെവലിൽ ഇരിക്കുന്നതാണ് ഭഗവാൻ ഈശ്വരൻ. അപ്പോൾ ഇതിനൊക്കെ അർത്ഥങ്ങളുണ്ട്. പതുക്കെ ഓരോരോ വീഡിയോയിലായിട്ട് വരും. എങ്കിലും ഇപ്പോൾ അതാ പറയുന്നത് ഇറങ്ങി വരും. അപ്പം നമ്മുടെ തലത്തിലേക്ക് ഭഗവാൻ ഇറങ്ങി വരുന്നു. എന്തിനിറങ്ങി വരുന്നു? ഈ അവതാരം എപ്പോൾ ഉണ്ടാവും എന്നുള്ളതും ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെ? ഭഗവത്ഗീതയിൽ കൃത്യമായിട്ട് യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴെല്ലാം ധർമ്മത്തിന് ച്യുതി സംഭവിക്കുന്നു അപ്പോഴെല്ലാം ഞാൻ അവതരിക്കുമെന്ന്, ഞാൻ ഇറങ്ങി വരുമെന്ന്. അപ്പം നമ്മുടെ ഇടയിലേക്ക് ഭഗവാൻ ഇറങ്ങി വരുന്നൊരവസ്ഥയാണ് അവതാരം എന്ന് പറയുന്നത്. ഈ ഗുരുക്കന്മാരെല്ലാവരും വേറെ തലത്തിൽ ഹയർ ലെവലിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വലിയ ഹൈ ഹീൽ ഇട്ട് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മൾ നടക്കുന്ന സ്ഥലത്തൊന്നും നടക്കില്ല, മുകളിൽ മാത്രം മലകളുടെ മുകളിൽ നടക്കുന്നവരാണോ? അല്ല, അതിൻ്റെ അർത്ഥം അതല്ല. അപ്പോൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ തലത്തിലേക്ക് ഇറങ്ങി വരിക, നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളിൽ ഒരാളായിട്ട് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഇതിനർത്ഥം. അപ്പോൾ അവതാരം എന്ന വാക്കിൻ്റെ അർത്ഥം കിട്ടി. ഇനി ദശാവതാരം. ദശാവതാരം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താ? ദശം എന്ന് പറഞ്ഞാൽ 10. അപ്പോൾ 10 അവതാരങ്ങൾ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന 10 അവതാരങ്ങൾ, 10 തരത്തിൽ. ഇവിടെ പറയാനുള്ളത്, നിങ്ങൾ ദശാവതാരം എന്താണെന്ന് പറയണതിന് മുമ്പ്, അല്ലെങ്കിൽ ദശാവതാരങ്ങൾ ആരൊക്കെയാണെന്ന് പറയണതിന് മുമ്പ്, ഈ ദശാവതാരവും സയൻസുമായിട്ട് ബന്ധമുണ്ട്. അതെങ്ങനെയാണെന്നാണ്, അല്ലേ? നമുക്ക് എപ്പോഴും തോന്നും, നമ്മൾ ഈ കേട്ടിട്ടുള്ള കഥകൾ, മത്സ്യാവതാരം, കൂർമാവതാരം, ഇതൊക്കെ സത്യത്തിൽ ഉള്ളതാണോ? ദൈവം ഈ ജീവികളൊക്കെ ആയിട്ട് ജനിക്കും? എന്താ ഹിന്ദുക്കൾ ഈ ചെറിയ ചെറിയ ജന്തുക്കളെയും ജീവികളെയൊക്കെ പൂജിക്കണത്? ആൾക്കാർ കളിയാക്കി ചോദിക്കും, എന്തുകൊണ്ടായിരിക്കും ഈ ജന്തുക്കളെയും ജീവികളൊക്കെ പൂജിക്കണം? മരങ്ങളെയും ചെടികളെയും അതേപോലെ പാമ്പിനെയും എല്ലാത്തിനെയും ഹിന്ദുക്കൾ പൂജിക്കും. അതാണ് നമ്മുടെ സനാതനധർമ്മം. ഒന്നും പറയുന്ന ഒരു കാര്യത്തിൽ പോലും കാര്യമില്ലാതില്ല, എല്ലാത്തിലും കളമ്പുണ്ട്. അതാണ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ശുദ്ധമായിട്ടുള്ള കാര്യം. അതിലേക്ക് അന്തരാർത്ഥത്തിലേക്ക് നമുക്ക് എത്താനായിട്ട്, അതിൻ്റെ എന്താ പറയുക, കഴമ്പിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ ചെറിയ ജീവികളെ പോലും ആരാധിക്കുന്നത്? അതിൽ നിന്ന് ഓരോന്നിനും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളിനി ഓരോരോ വീഡിയോയിൽ ഓരോരോ അവതാരങ്ങളെക്കുറിച്ചും അതിൻ്റെ കഥയെക്കുറിച്ചും, എന്താണ് ആ ഒരു അവതാരത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ജീവിയിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളതെന്നൊക്കെ നോക്കൂട്ടോ ഓരോ വീഡിയോയിൽ. അപ്പോൾ എനിക്ക് പറ്റുന്ന രീതിയിൽ, എനിക്ക് മനസ്സിലായ രീതിയിലാണ് ഞാൻ നിങ്ങളിലേക്ക് അറിവെത്തിക്കുന്നത്. തെറ്റുകളുണ്ടാവാം, നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റായികയുണ്ടാവാം, എങ്ങനെയൊക്കെയാണെങ്കിലും കമൻറ്റിൽ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. യെസ്. അപ്പോൾ ദശാവതാരം എന്താണെന്ന് നോക്കാം. ഓക്കെ, ദശാവതാരങ്ങൾ ആരൊക്കെ? ഇത് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ ശ്ലോകം ഉണ്ട്, കുറച്ചും കൂടി മനസ്സിലാക്കാനായിട്ട് എളുപ്പത്തിന് എന്ന് പറഞ്ഞാൽ സംസ്കൃത ശ്ലോകം ആയതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ പേരുകളായിട്ട് പറയണമെങ്കിലും അതിനൊരു ഏക ശ്ലോകം ഉണ്ട്, അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിൽ നമുക്ക് ഈ 10 അവതാരങ്ങളെയും പറയും. ആ ശ്ലോകമാണ്: വേദാനുദ്ധരത്തെ ജഗന്നിവഹത്തെ ഭൂഗോളമുദ്ഭിഭ്രതെ ദൈത്യം ധാരയത്തെ ബലിം ചലയത്തെ ക്ഷത്രക്ഷയം കുർവത്തെ പൗലസ്ത്യം ജയത്തെ ഹലം കലയത്തെ കാരുണ്യമാതന്വത്തെ മ്ലേച്ഛാൻ മൂർച്ഛയത്തെ ദശാകൃതികൃത്തെ കൃഷ്ണായ തുഭ്യം നമ. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നമ്മൾ ഇടുന്നുണ്ടാവും, ഷോർട്സ് ഇടുന്നുണ്ടാവും, അതിൽ ചൊല്ലി ഇടുന്നുണ്ടാവും. ഇതിൻ്റെ അർത്ഥം കൂടിയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ എന്താ ഇതിൻ്റെ അർത്ഥം? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? മത്സ്യം തൊട്ട് കൽക്കി വരെ ദശാവതാരം. മത്സ്യം, വേദങ്ങളെ ഉദ്ധരിച്ച മത്സ്യം, അതേപോലെ തന്നെ ജഗത്തിനെ കൊണ്ടുവന്ന ജഗത്തിനെ വഹിച്ച മത്സ്യം കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്: മത്സ്യം, കൂർമ്മം എന്ന് പറഞ്ഞാൽ ആമ, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ,
ശ്രീകൃഷ്ണൻ കൽക്കി. ഇതിലെന്തുകൊണ്ടാണ് ബലരാമൻ വന്നത്? ശേഷനാഗത്തിൻ്റെ അവതാരമാണ് ബലരാമൻ. ബലരാമൻ എന്തുകൊണ്ട് ഈ ദശാവതാരത്തിൽ വന്നു എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട്. അത് ബലരാമൻ്റെ കഥ പറയുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും. ഇതാണ് ദശാവതാരം. ദശാവതാരം പറയുന്നത് സത്യമാണോ? ഇത് കെട്ടുകഥകളാണോ? ഇനി ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? ഈ കാര്യമുണ്ടോ എന്നുള്ളത് പിന്നീട് ആൾക്കാർ വേണ്ടി വന്നു ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പം ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് ഈ ദശാവതാരങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറഞ്ഞു തന്ന ഓരോ കഥകളും, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അതേപോലെ തന്നെ വേദങ്ങൾ, ഇതെല്ലാം തന്നെ കാര്യമുള്ളതാണ്. ഇതൊന്നും മാറ്റാൻ പറ്റാത്തതാണ്. ഇതൊക്കെ ശരിയാണെന്ന് ഇന്ന് ഓരോരുത്തർ പ്രൂവ് ചെയ്ത് വരുന്നുണ്ട്. ഇന്ന് നമ്മൾ പറയുന്നത് ദശാവതാരവും നമ്മൾ പഠിച്ചിട്ടുള്ള ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം, തിയറി ഓഫ് എവല്യൂഷനെ കുറിച്ചാണ്. എങ്ങനെ ഇത് രണ്ടും ബന്ധിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ചെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡാർവിൻ്റെ എവല്യൂഷൻ തിയറി എന്താണെന്നുള്ളത് നോക്കാം. ഡാർവിൻ കണ്ടുപിടിച്ചതൊക്കെ എവിടെ 1837 മറ്റുമാണ് ഡാർവിൻ കണ്ടുപിടിച്ചത്. എന്ത്? ഇവിടെ ഭൂമിയിൽ ഏറ്റവും ആദ്യത്തെ ജീവൻ ഉണ്ടായത് ജലത്തിലാണ്. അപ്പോൾ ഡാർവിൻ കണ്ടുപിടിച്ചു ഒറ്റ സെല്ലുള്ള ജീവിയിൽ നിന്നാണ് പിന്നീട് പലതായി അത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിലേക്ക് എത്തുന്നതെന്ന് ബയോളജി പഠിപ്പിക്കുന്നു കേട്ടോ. ഡാർവിൻ്റെ തിയറി പഠിപ്പിക്കുന്നു. നമ്മുടെ വേദങ്ങളും അത് തന്നെയാണ് പറയണത്. ഏകോഹം ബഹുസ്യാമി, ഒന്നിൽ നിന്ന് പലതായി തീരട്ടെ എന്ന് ഭഗവാൻ സങ്കല്പിച്ചു. ആ സങ്കല്പത്തിൽ നിന്നാണ് സൃഷ്ടി. അപ്പൊ സങ്കല്പിച്ചു എന്നാണ് നമ്മൾ പഠിച്ചേക്കണത്. സത്യം അതന്നെയാണല്ലോ. ഒറ്റ സെല്ലുള്ള ഓർഗാനിസംസ് ഇന്നും ഉണ്ട്. അതിന് രൂപാന്തരം പ്രാപിച്ചാണ് പലതിലേക്ക് എത്തുന്നത്. അപ്പൊ ആദ്യം ജീവനുണ്ടായി ജലത്തിൽ. നമ്മുടെ അവതാരം ആദ്യത്തെ മത്സ്യാവതാരം. ഇനി അതിൽ നിന്ന് പരിണാമം സിദ്ധിച്ച് അതിൽ നിന്ന് ഭക്ഷണത്തിൽ വ്യത്യാസം വന്നു, ഇവര് മീറ്റ് ചെയ്യണയിൽ വ്യത്യാസം വന്നു, പരിണാമം പ്രാപിച്ച് വെള്ളത്തിൽ മാത്രം ജീവിച്ചാൽ പറ്റില്ല എന്നുള്ളതായി ആംഫീബിയൻസ് എത്തി. അതാണ് കൂർമ്മം, ആമ. ജലത്തിലും കരയിലും ജീവിക്കുന്ന ജീവി ആമ. ഇനി അതിൽ നിന്നും പരിണാമം സിദ്ധിച്ച് ഭക്ഷണത്തിൽ വീണ്ടും വ്യത്യാസം വന്നു, യാത്രകൾ ജീവിക്കണയിൽ വ്യത്യാസം വന്നു, കാട്ടുമൃഗം പോലെയുള്ള അവസ്ഥയിലേക്ക് എത്തി. അതാണ് വരാഹം, കാട്ടുപന്നി, വരാഹാവസ്ഥ. അതാണ് അടുത്ത അവതാരം വരാഹം. ഇനി എന്താണ് അടുത്ത സിദ്ധാന്തം? ഈ വരാഹത്തിൽ നിന്ന് വീണ്ടും വ്യത്യാസം വന്ന് അടുത്ത അവതാരം നമുക്ക് വന്നു നരസിംഹം. നരസിംഹം എന്ന് പറഞ്ഞാൽ പകുതി മനുഷ്യനും പകുതി മൃഗവും, പകുതി സിംഹത്തിന്റെ തലയും പകുതി മനുഷ്യന്റെ ശരീരമാണ്. അപ്പോൾ മനുഷ്യനിലേക്കുള്ള പരിണാമം വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് അടുത്ത അവതാരം നരസിംഹം. അടുത്ത അവതാരമാണ് വാമനൻ. ചെറിയ കുട്ടി മനുഷ്യനാണ്, പൊക്കം കുറവാണ്. വാമനൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ അതാണ്. കുട്ടി മനുഷ്യനാണ് വാമനാവതാരം. നമ്മൾ പറയുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. അപ്പോൾ വാമനൻ എന്നുള്ളത് അതായത് കുഞ്ഞു മനുഷ്യൻ, പക്ഷെ നല്ല ബുദ്ധിയോട് കൂടിയിട്ടുള്ള ചെറിയ മനുഷ്യൻ വാമനൻ. അടുത്ത അവതാരത്തിലേക്ക് വീണ്ടും എത്തി. വാമനൻ കഴിഞ്ഞപ്പോൾ പരശുരാമൻ. അതായത് ഇങ്ങനെ ജീവിച്ചാൽ ബുദ്ധി മാത്രം പോരാ, നമുക്ക് നന്നായി വർക്ക് ചെയ്യണം. ജംഗളിൽ, കാട്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, താടി മീശയൊക്കെ വളർത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പരശുരാമൻ. അങ്ങനെ അടുത്ത അവതാരത്തിലേക്ക് എത്തി പരശുരാമൻ. അടുത്ത പരിണാമം എന്താ ഉണ്ടായത്? സാധാരണ ഒരു മനുഷ്യനായിട്ട്, എങ്ങനെയാണോ സാധാരണ മനുഷ്യർ, അതേപോലെ സാധാരണ ഒരു മനുഷ്യനായിട്ട് ശ്രീരാമനായിട്ടുള്ള അടുത്ത അവതാരം. ത്രേതായുഗത്തിൽ ജനിച്ച ശ്രീരാമനായിട്ടുള്ള അവതാരം, പുരുഷോത്തമനായിട്ടുള്ള, എങ്ങനെ ഒരു പുരുഷനായിരിക്കണം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് ശ്രീരാമൻ. ഇതിനെക്കുറിച്ച് കുറേ സംശയങ്ങളൊക്കെ ആൾക്കാർക്കുണ്ട്. ശ്രീരാമനോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ശ്രീരാമനാണോ എന്നുള്ളതൊക്കെ നമുക്ക് ശ്രീരാമൻ്റെ കഥ കേൾക്കുന്ന സമയത്ത്, രാമായണം പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ എന്തായാലും ഇങ്ങനെയാവട്ടെ. ഇനി എന്താ പരിണാമം സംഭവിച്ചത്? ശ്രീരാമൻ പുരുഷോത്തമനായി, നല്ലൊരു രാജാവായി, നല്ലൊരു വ്യക്തി, നല്ലൊരു പുരുഷനായിട്ട് ജീവിച്ചു. അടുത്ത പരിണാമം എന്താണ്? കലപ്പയും കൊണ്ട് നടക്കുന്ന ഫാർമറായിട്ട്, അതായത് ഫാമിംഗ് ചെയ്യുന്ന ആളായിട്ടുള്ള പരിണാമമാണ് അടുത്തത് ബലരാമൻ. അടുത്തതോ എല്ലാവരെയും ആകർഷിക്കുന്ന, എല്ലാവരെയും രമിപ്പിക്കുന്ന, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ശ്രീകൃഷ്ണാവതാരം. പൂർണ്ണാവതാരമായിട്ട് നമ്മൾ കണക്കാക്കുന്നതാണ് ശ്രീകൃഷ്ണന്റെ അവതാരം. ശ്രീകൃഷ്ണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഈ കേൾക്കുന്ന ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സിലൊരു പ്രത്യേകതര കുളിർമ, സന്തോഷമൊക്കെ വരുള്ളൂ. ആ പേരിൻ്റെ, ആ വാക്കിൻ്റെ, കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നാമം ചൊല്ലുമ്പോൾ ഉള്ള ഓരോ വാക്കിനുമുള്ള പ്രത്യേകതയാണ്. രാമൻ എന്ന് പറഞ്ഞാൽ രമിപ്പിക്കുന്നവനെന്ന്, കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആകർഷിക്കുന്നവനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പേര് കേൾക്കുമ്പോൾ ഒരു ആകർഷണം നമുക്ക് വരും. അപ്പോൾ അങ്ങനെ ശ്രീകൃഷ്ണനായിട്ട് ജനിച്ചു. ലാസ്റ്റത്തെ അവതാരമാണ് കൽക്കി. ഇനിയും അവതാരം ജനിച്ചിട്ടില്ല, അവതാരം ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കപ്പെടുന്നു, ഉണ്ടായി എന്ന് വിശ്വസിക്കപ്പെടുന്നു. എങ്ങനെയാണെങ്കിലും കൽക്കി അവതാരമാണ് അവസാനത്തെ. ഇങ്ങനെയാണ് ദശാവതാരങ്ങൾ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. ദശാവതാരം നമ്മളിവിടെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആൾക്കാരിലേക്ക് ഇത് എത്താൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്കിതിൻ്റെ പിന്നിലുള്ള എന്താണ് തത്വം എന്ന് മനസ്സിലാവാത്തത്. ഇവിടെ മത്സ്യം തൊട്ട് കൽക്കി വരെയുള്ള അവതാരങ്ങൾ, ഈ 10 അവതാരങ്ങൾ മെയിനായിട്ട് എടുത്തേക്കണേന്ന് ആലോചിക്കണം. അവതാരങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്, പല രൂപത്തിൽ പല രീതിയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ 10 അവതാരങ്ങളാണ് നമ്മൾ മെയിനായിട്ട് എടുത്തേക്കണം. ഈ 10 അവതാരങ്ങൾ എന്തുകൊണ്ടാണ്?
നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, മെയിനായിട്ടുള്ളവരെ മാത്രം ചൂസ് ചെയ്തു. ഇനി ഡാർവിൻ തെളിയിച്ചു എന്ത്, ഒരു സ്പീഷീസിൽ നിന്നാണ്, ഒന്നിൽ നിന്നാണ്, ഒന്നാണ് ക്രിയേറ്റർ, അതിൽ നിന്നാണ് ഈ രൂപാന്തരം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. നമ്മളും അതല്ലേ വിശ്വസിക്കുന്നത്. വിഷ്ണു ഭഗവാനാണ് ഇതിൻ്റെ എല്ലാം എന്താ പറയുക ദാതാവ്, ഇതിൻ്റെ എല്ലാം ക്രിയേറ്റർ. അപ്പോൾ ആ വിഷ്ണു ഭഗവാനിൽ നിന്നുമാണ് ഈ അവതാരങ്ങൾ മുഴുവൻ, ഈ ദശാവതാരം ഒരേപോലെയുള്ള സ്പീഷീസ് അത് പലതും രൂപാന്തരപ്പെട്ട് സംഭവിച്ചേക്കണേന്ന്. ഇനി ഇതിൻ്റെ പിന്നിൽ ഒരു സ്പിരിച്വാലിറ്റിയും കൂടിയിട്ടുണ്ട്. രൂപം മാത്രമേ മാറുന്നുള്ളൂ, ഉള്ളിലുള്ള ആത്മാവ് ഒന്ന് തന്നെയാണ്. വിഷ്ണു ഭഗവാനിൽ നിന്നും വന്ന തത്വങ്ങളാണെങ്കിൽ, വിഷ്ണു ഭഗവാനിൽ നിന്നും വന്ന ആത്മാക്കൾ അല്ലെങ്കിൽ ഉള്ളിലത്തെ എനർജി ആണെങ്കിൽ ആ എനർജി രൂപം മാറുക ചെയ്യണത്. ആദ്യം മത്സ്യത്തിൽ നിന്ന് കൂർമ്മമായി, കൂർമ്മത്തിൽ നിന്ന് വരാഹമായി, വരാഹത്തിൽ നിന്ന് നരസിംഹമായി ഉള്ളിലുള്ള ചൈതന്യം ഒന്നാം. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും ഒരേ ഈശ്വരൻ്റെ മക്കളാണെന്നും നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യം ഒന്നാണെന്നും അറിഞ്ഞുകൊണ്ട് നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച്, ഭാരതീയ സംസ്കാരം അനുസരിച്ച് നമ്മൾ നമസ്തേ പറയുന്നത്. നിന്റെ ഉള്ളിലുള്ള, എൻ്റെ ഉള്ളിലുള്ള അതേ ചൈതന്യം തന്നെയാണ് നിന്റെ ഉള്ളിൽ എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ ആ ചൈതന്യത്തെ നമിക്കുന്നു, നമസ്തേ. എത്ര ഭംഗിയുള്ള സംസ്കാരം നോക്കൂ നമ്മുടെ. ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്കറിയണം. എന്തുകൊണ്ടാണ് ഡാർവിൻ്റെ തിയറി പറഞ്ഞത്? ഡാർവിൻ്റെ തിയറി പറഞ്ഞിട്ട് വേണ്ട ദശാവതാരം എന്താണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ, ഒരിക്കലും അല്ല. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ ഡാർവിൻ്റെ തിയറി പറഞ്ഞത്. ജസ്റ്റ് ഇന്നത്തെ ആളുകൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതൊക്കെ സത്യമാണോ എന്ന്. ഇതൊക്കെ പഴയ പുരാണങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. പത്മപുരാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. അപ്പോൾ ഭാഗവത പുരാണത്തിൽ എഴുതിയിരിക്കണം. അപ്പോൾ ഇത് മുഴുവൻ പുരാണങ്ങളിൽ കൃത്യമായിട്ട് എത്രയോ വർഷങ്ങൾക്ക്, എത്രയോ കാലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടിട്ടുള്ളതാണ്. അതിന് വിശ്വാസം വരുന്നില്ല. ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റണം. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെ ഒരു തിയറിയുമായിട്ട് അതിന് രൂപാന്തരമുണ്ട്, സാമ്യമുണ്ട് എന്നുള്ളത്. ഡാർവിൻ ഏത് കാലത്താണ് അത് കണ്ടുപിടിച്ചത്? ഇന്ന് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കണം, ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കണം. ഇനി മറക്കരുത്, നമ്മുടെ ദശാവതാരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓർക്കുന്നവർ കമൻറ്റിൽ താഴെ ഓർഡർ തെറ്റാതെ എഴുതണം. കാരണം ഓർഡർ തെറ്റാതെ എഴുതിയാലേ നമുക്ക് ആ ഒരു എവല്യൂഷൻ എങ്ങനെയാണ്, പരിണാമം എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി വരുന്ന ഓരോ വീഡിയോയിലും ഓരോ അവതാരങ്ങളെക്കുറിച്ചും, എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഓരോ ചെറിയ ചെറിയ ജീവികളെയും മൃഗങ്ങളെയും വൃക്ഷങ്ങളെയും മരങ്ങളെയും ചെടികളെയും പോലും പൂജിക്കുന്നത് എന്താണെന്ന് ഓരോന്നിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളതെന്ന് കൂടിയിട്ട് നോക്കാം. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? അപ്പോൾ ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ആളുകളുടെ എത്തട്ടെ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. കാണുന്നവരെല്ലാവരും എല്ലാവരുടെ അടുത്തേക്ക് ഇത് എത്തട്ടെ. ഇനിയെങ്കിലും നമ്മുടെ പുരാണങ്ങളോ നമ്മുടെ ഇതിഹാസങ്ങളോ ഒന്നുമില്ല എന്ന് പറഞ്ഞ് തള്ളപ്പെടരുത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ, സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റണം. അതേപോലെ തന്നെ ഇത്രയും ഇത് പല തലത്തിലാണ് ഈ കഥകളും കാര്യങ്ങളൊക്കെ. ഒട്ടും മനസ്സിലാവാത്ത, ജസ്റ്റ് വായിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലും, അതിനേക്കാൾ മുകളിലത്തെ തലത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിലും, അതിനേക്കാൾ മുകളിൽ തത്വങ്ങൾ വേണ്ട ആൾക്കാർക്ക് വേദങ്ങളും അങ്ങനെയായിട്ട് പല രൂപത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വ്യാഖ്യാനിക്കാം. ഓപ്പൺ എൻഡാണ് അതിന്. ഓപ്പൺ എൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മജ്ഞാനം, നമ്മുടെ ഉള്ളിലുള്ള അറിവനുസരിച്ച് നമുക്കിതിനെ മനസ്സിലാക്കാം, വ്യാഖ്യാനിക്കാം. എനിക്ക് കിട്ടിയ എൻ്റെ ഉള്ളിലുള്ള, ഞാൻ ചെറുപ്പത്തിലേ തൊട്ട് പഠിച്ച ചെറിയ അറിവ് വെച്ചിട്ടാണ് ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും നമസ്തേ. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.